നമുക്കിന്ന് നല്ല അവിയൽ ഉണ്ടാക്കാം. അതിനായിട്ട് കുറേ പച്ചക്കറി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ തേങ്ങയുടെ ഒപ്പം കുറച്ച് പച്ചമുളകും ജീരകവും 2 ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് ഒതുക്കിയെടുത്തത് നമ്മൾ പച്ചക്കറിയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണക്ക് ഇന്ന് പൊക്കോട്ടെ. അപ്പോഴേക്കും നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും എല്ലാ പച്ചക്കറികളും കൂടിയിട്ട്. എല്ലാ പച്ചക്കറികളുടെയും ഒരു സമ്മിശ്ര സമ്മേളനമാണ് നമ്മുടെ ഈ അവിയൽ കേട്ടോ. അതിലേക്ക് കുറച്ച് പുളിയുള്ള തൈരും കൂടി ഒഴിക്കുക. ഇത് കുറച്ച് ചാറോട് കൂടി അവിയലാണ്. നമുക്ക് ഉലർത്തിയ പോലെ അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് കറിയും കൂടി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ അവിയൽ ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇത്രയേ വേണ്ടൂ. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്തോളൂ. അപ്പം നല്ല സൂപ്പർ അവിയൽ ഇവിടെ റെഡി ആയിട്ടോ. നല്ല മണം വരുന്നുണ്ട്. സദ്യയിലൊക്കെ ഉണ്ടാക്കണ അവിയലിൻ്റെ മണം ഉണ്ടല്ലോ, അതാണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണേ.